ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനുവ. ഐ ലവ് യു വിത്ത് ഓൾ ഐ ആം ആൻഡ് ഐ വിൽ എവർ ബി. നിന്നോടുള്ള എൻ്റെ പ്രണയം ആഴത്തിലുള്ളതാ. നീ എനിക്ക് എൻ്റെ ജീവനേക്കാളും വലുതാ. നിന്റെ അടുത്തായിരിക്കുമ്പോൾ മണിക്കൂറുകൾ നിമിഷ വേഗത്തിലാണ് പോകുന്നത്. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ സ്വപ്നത്തിൽ നിന്നും നീ ഇറങ്ങി എൻ്റെ മുന്നിലേക്ക് വന്നിരുന്നെങ്കിലെന്ന്. എന്നെ ചേർത്ത് പിടിക്കാനും എൻ്റെ രാത്രികളെ പ്രണയം കൊണ്ട് നിറയ്ക്കാനും നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്. എൻ്റെ ദിവസം മുഴുവനിലും എൻ്റെ രാത്രികളിലും ഞാൻ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചാണെന്ന് നിനക്കറിയുമോ? പ്രിയപ്പെട്ട ആ ആളെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ റീനുണ്ട് കൂടെയായിരിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. ഒരിക്കൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടൊരു മീറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കേണ്ടി വരും. കോണ്ടാക്ട് ചെയ്യാനുള്ള ആകെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സാണ്. ആ എഴുത്തുമായിട്ട് വരുന്ന പോസ്റ്റ്മാൻ ചേട്ടനെ അല്ലെങ്കിൽ സുഹൃത്തിനെ കാത്ത ഓരോ ദിവസവും തള്ളി നീക്കുന്ന ബസ് സ്റ്റാൻഡിൽ, പോകുന്ന വഴിയിൽ, അമ്പലത്തിൽ, പള്ളിയിൽ, ഇങ്ങനെ എത്ര സ്ഥലങ്ങളിലാണ് ഇഷ്ടപ്പെടുന്ന ആ ആളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിന്നുകൊണ്ടിരുന്നത്. ഇത് പണ്ടത്തെ കഥയാട്ടോ. ഇപ്പോൾ പക്ഷെ പ്രണയിക്കുന്ന ആ രീതികളാകെ മാറി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വഴികളാ. വെറുതെ ഒരു മൊബൈൽ എടുത്ത് വിളിച്ചാൽ മതി, നമുക്ക് അയാളോട് സംസാരിക്കാം, കാണാൻ വരാൻ പറയാം. അങ്ങനെ പ്രണയത്തിനുള്ള ഒരുപാട് സാധ്യതകൾ ടെക്നോളജീസ് കൂട്ടിത്തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന, എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ്, ഈ പ്രണയത്തിന് പണ്ടത്തെ അത്ര തീവ്രതയില്ലേ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ റീനു ഇന്ന് ഈ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ടെക്നോളജി ഒരുപാട് വളർന്നപ്പോൾ പ്രണയത്തിൻ്റെ തീവ്രത കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം പോൾ ചെയ്യണം, ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ക്ലബ് FM. ഒരു ലവ് ലെറ്റർ എഴുതിയിട്ടുള്ള എത്ര പേര് നിങ്ങൾക്കിടയിലുണ്ട്? ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ പറയുന്നു, ഒരിടയ്ക്കല്ല കേട്ടോ, പണ്ട് കാലത്ത് ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഇങ്ങനെ ഹംസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ ഇമെയിൽ അയക്കുക, ടെക്സ്റ്റ് ചെയ്യുക, അവിടെ വെച്ച് നിർത്തും പരിപാടി. എന്തായാലും ഒരുപാട് ലവ് ലെറ്റേഴ്സ് അയച്ച് പ്രണയിച്ച ഒരാൾ ഇന്ന് എൻ്റെ റീനുവിൻ്റെ കൂടെ വന്നിരിക്കുക. ഹായ് തുളസി ചേച്ചി. ഹായ് റീനു. ചേച്ചി എത്ര കാലം പ്രണയിച്ചു? ഞാൻ 13 വർഷം പ്രേമിച്ചു. ഈ 13 വർഷം ലെറ്റർ എഴുതിയോ? അങ്ങനെയില്ല, 13 വർഷമായിട്ട് ലെറ്റർ എഴുതാലല്ലോ. എന്നാലും ഒരുപാട് നാൾ പ്രേമിച്ചു. അത് ലെറ്റേഴ്സ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്ന് പറയാം അതിനെക്കുറിച്ച്. നിങ്ങളുടെ പ്രായത്തിലല്ല കേട്ടോ, ഞങ്ങൾ കുറെ കൂടി മുമ്പല്ലേ പ്രേമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ഫോൺ കൂടി ഇല്ല എന്റെ വീട്ടിലൊന്നും. അപ്പൊ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞങ്ങൾ ആകെ കണ്ടിട്ടിരുന്നത്, ഞാൻ അമ്പലത്തിൽ പോണ ഒരു ഇടവഴിയുണ്ട്, അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുക. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ അങ്ങനെ കണ്ടിട്ടിരിക്കുമ്പോ ആദ്യമൊന്നും ഇഷ്ടം പറയൊന്നുമില്ലല്ലോ, നോക്കുക എന്നുള്ളതാണ് ആദ്യത്തത്, നോക്കി ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 2-3 മാസത്തോളം ചിരിച്ചിട്ട് മാത്രം ഞങ്ങൾ പ്രേമിച്ചിട്ടുണ്ട്. ചുറ്റും നിന്ന് ആരും കണ്ടില്ലേ? ഇല്ല, അത് കണ്ടറിയില്ല. ചിരിച്ചിട്ട് അങ്ങ് നടക്കുകയാണ്, അങ്ങനെ നിന്ന് ചിരിക്കല്ലോ, ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ പ്രേമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ചിരിയുടെ ഭാഷയാണത് ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടാണ് കത്തിലേക്ക് എത്തുക. ഈ കത്തിൽ എന്തൊക്കെ എഴുതി കൊടുക്കുക? അത് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കത്തിലാണ് എഴുതുക. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ കൂട്ട് നമുക്ക് അങ്ങനെ മെസ്സേജ് അയക്കാനോ ഫോൺ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഇപ്പൊ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നത് കൂടി കത്തിലാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും എനിക്കിഷ്ടമെന്ന് പറഞ്ഞത് കത്തിൽ കൂടി മാത്രമാണ്? ഒരുപാട് കത്ത് കൊടുത്തതിന് ശേഷമാണ് നേരിൽ കണ്ടിട്ട് പറയാൻ. അന്ന് പറയാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാവില്ല, അതൊരു കാര്യമാണ്. ഈ ലെറ്റേഴ്സ് ഇപ്പൊ കയ്യിലിരിപ്പുണ്ടോ? 1-2 ഉണ്ട്. ഈ ഒരു ലെറ്റർ എനിക്കൊന്ന് കൊണ്ട് തരുമോ? അത് എന്റെ ഏട്ടന്റെയും മാത്രമാണ്. എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലവ് ലെറ്ററിന്റെ തീവ്രത. ഇഷ്ടം തോന്നും. ഞാൻ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, വളരെ പോളിഷ്ഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അതിനകത്തൊരു ഇഷ്ടമുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തൊരു ഇഷ്ടത്തിന്റെ ഒരു ഭാഗമുണ്ട് അതില്.
കേട്ടു വന്നപ്പോ മനസ്സിലായി എനിക്കത് വായിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല എന്ന്. ഇല്ല. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് വർഷം പ്രണയിച്ച് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകളെ ഈ കാലത്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും സംശയം തോന്നുക, ഇന്നത്തെ നമ്മുടെ പ്രണയങ്ങൾക്ക് ഇത്ര ഇന്റൻസിറ്റി ഇല്ലേ? പണ്ട് പ്രണയിക്കുന്നവർ തമ്മിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ പേരിന് പോലും കാണാൻ പറ്റാത്തതുമായ ഒന്നായി മാറിയിരിക്കുക പരസ്പര വിശ്വാസം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഇങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് എതിർക്കാൻ പറ്റും? പണ്ട് കാലത്ത് പ്രണയിച്ചു എന്ന് കേൾക്കുന്നത് തന്നെ ഒരു വലിയ തെറ്റുപോലെയായിരുന്നല്ലോ. അപ്പോൾ ഒന്നാവാൻ പറ്റാത്തവരെന്താ ചെയ്യുക? അവർ ഒളിച്ചോടും. അവർ മാത്രം അറിഞ്ഞ് അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു സുഹൃത്ത് വഴി അവർ ആ പ്ലാനൊക്കെ ഉണ്ടാക്കും. ആകെ അറിയേണ്ട 2 കാര്യമുള്ളൂ, സ്ഥലവും സമയവും. എന്തായാലും ഈ ഒളിച്ചോട്ടം നടന്നിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ പ്രണയങ്ങളിൽ ഒരു SMS വഴിയായിരിക്കും നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു SMS വഴിയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഇടപെടൽ മൂലമോ പ്ലാൻ നമ്മൾ ഉപേക്ഷിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ രണ്ടുപേരും ഇറങ്ങാൻ നേരത്ത് ഒരു ചെറിയ വഴക്ക് മതി ഫോണിലൂടെ. അപ്പം തീരുമാനിക്കും, വേണ്ട, 2 വഴിക്ക് പോയേക്കാന്ന്. പറഞ്ഞു വന്നത് പരസ്പര വിശ്വാസത്തെക്കുറിച്ചാണ്. ഒന്നാലോചിച്ചേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ കൂടെ ആയിരിക്കുമ്പോൾ എന്തൊക്കെ ആദ്യം ചെയ്യാം? അയാളുടെ ഫോൺ എടുത്തു, ഇൻബോക്സ് നോക്കി, ഔട്ട് ബോക്സ് നോക്കി, സെൻഡ് മെസ്സേജസ് നോക്കി, ലാസ്റ്റ് അയാളുടെ നമ്പർ നോക്കി, കോണ്ടാക്ട് നോക്കി, പറ്റുമെങ്കിൽ അയാളുടെ പാസ്വേഡ് ചോദിച്ചിട്ട് ഇമെയിൽ വരെ നമ്മൾ ചെക്ക് ചെയ്യും. പ്രണയിക്കുന്ന ആളെ നമുക്ക് വിശ്വാസമില്ലാത്ത കാലമാണ്. അപ്പം പിന്നെ എങ്ങനെയാ പ്രണയത്തെ വിശ്വസിക്കുന്നത്?